ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഡ്രൈ ചിക്കൻ മസാലയാണ് ഇതിൻ്റെ പേര്. ഇനി നമുക്കതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ചെറിയ സവാള, അതും നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യണ പോലെ തന്നെയാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി, 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ മുളക് പൊടി എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില ആവശ്യത്തിന്, പിന്നെ ഉപ്പ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 3-4 സ്പൂണ്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കുറച്ച് മതി. ഇതൊരു നോൺ സ്റ്റിക്ക് പാൻ അല്ലാത്തതുകൊണ്ട് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം. ആദ്യം നമുക്ക് ജീരകം ഇട്ട് കൊടുക്കുക, പച്ചമുളക്, 4 ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, പിന്നെ സവാള, സവാളയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് കനലാതെ കട്ട് ചെയ്താൽ വേഗം വെന്ത് കിട്ടും. ഇവിടെ 2 ചെറിയ സവാള കുറച്ച് കട്ടി കൂടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേവാൻ ടൈം എടുക്കും. ഇപ്പോൾ ചെറിയൊരു വേവ് വന്നിട്ടുള്ളൂ. ഇനി തക്കാളിയും കൂടി ഇട്ടിട്ട് ബാക്കി വേവിക്കാം. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതിലേക്ക്. നന്നായി ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അടച്ചു വെക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയും നന്നായി വാടി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റാണ് നമ്മൾ ഇത് അടച്ചു വെച്ച് വേവിച്ചു. ഇനി ഇതിലേക്ക് ബാക്കി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ അതും ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ടാണ് ബാക്കി മല്ലിപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ മണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നര ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി എടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ചീച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ബാക്കി ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചിക്കനിൽ ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വരുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ഒരു 5 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇടാൻ ബാക്കിയുള്ളത്. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ പറഞ്ഞ അളവ്. അതിൽ 1/2 ടീസ്പൂണോളം നാടൻ മുളകും പൊടിയും കൂട്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ. ബാക്കി മഞ്ഞൾപ്പൊടിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ചിക്കനും മസാലയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നേരത്തെ ചിക്കൻ വേവിച്ച കാരണം ചിക്കനിൽ വെള്ളമുണ്ട്. അതിന് കുഴപ്പമില്ലാതെ നമുക്ക് ലാസ്റ്റ് വറ്റിച്ചെടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കനിൽ മസാല നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 5 മിനിറ്റോളം ഒരു പ്രാവശ്യം കൂടിയും വേവിച്ചെടുക്കണം.
ഇപ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം വറ്റിക്കാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും ചെയ്യാം. വെന്ത കാരണം ചിക്കൻ ഉടയാതെ വേണം ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാള ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇതൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കഴിക്കുമ്പോൾ നമുക്ക് ഈ സവാള ചിക്കൻ്റെ കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഡ്രൈ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ കമൻ്റ് അറിയിക്കണം. അപ്പോൾ താങ്ക് യു.